കാര്യങ്ങൾ അച്ഛനറിഞ്ഞ പിന്നെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. ടെൻഷൻ അടിക്കാതെ. ബാങ്കിൽ പോകുന്നതിന് മുമ്പേ അച്ഛനെ തടയാതിരുന്നതാ നമുക്ക് പറ്റിയ അബദ്ധം. മാഡം, ഞാൻ പറയുന്നത്... ഞാനിപ്പോ നല്ല തിരക്കില. മാധവനാര് പൊക്കോളൂ. പോയി ആധാരമായിട്ട് വാ, നമുക്ക് പിന്നെ സംസാരിക്കാം. ബാങ്ക് മാനേജറെ ആണെങ്കിൽ പലവട്ടം വിളിച്ചു. അവര് ഫോൺ എടുക്കുന്നില്ല. എടുക്കില്ല. അവർക്ക് പ്രമാണം കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരോ അവരുടെ മേൽ പിടിമുറുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ജഗ നമ്മൾ എന്ത് ചെയ്യും? അച്ഛനെ കാണുക, അത് തന്നെ. നോക്കാം. മാധവ, മാധവ, എന്താ പറ്റി? മാധവ, ഇങ്ങോട്ടിരിക്കാം. അച്ഛാ, എന്ത് പറ്റി അച്ഛാ? എന്ത് പറ്റി അച്ഛാ? എന്ത് പറ്റി അച്ഛാ? മാധവ, എന്ത് പറ്റി മാധവ? വെള്ളം വേണോ? വന്ദന, നമുക്ക് ആദ്യം അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം, എന്നിട്ട് വീട്ടിലേക്ക് പോവാം. അടുത്ത ഹോസ്പിറ്റൽ എവിടെയാ? ഇവിടെ അപ്പുറത്തൊരു മിഷൻ ഹോസ്പിറ്റൽ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. ജഗ, ഒരു ഓട്ടോ പിടിച്ചോണ്ട് വാ. അച്ഛാ, അച്ഛാ, എന്തു പറ്റി? മാധവ, അച്ഛാ, എന്തു പറ്റി അച്ഛാ? ഒന്നുമില്ല. അച്ഛാ, എണീക്കച്ചാ, എണീക്കച്ചാ. വന്ദനെ, ഞാൻ പുറകിൽ ബൈക്കിൽ വരാം. ആശുപത്രിയിലേക്ക് പോയിക്കോ, ഞാൻ പുറകെ എത്തിക്കോളാം.